أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أولياءه إلا المتقون. صدق الله مولانا. ഏറ്റവും ബഹുമാനാദരവുള്ള നമ്മുടെ ഈ മഹത്താവുന്ന സംഗമത്തിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ പാറപ്പള്ളി ജമാഅത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ഹസൈന ഹാജി സാഹിബ് അവർ, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ഓഫർ ദാരിമി, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഖാലിദ്, നമ്മുടെ പ്രിയങ്കരനായ മുദരിസും ഖത്തീബൊക്കെ ആയ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇർഫാനി, മറ്റ് ഉറൂസ് കമ്മിറ്റിയുടെ ഈ മഹല്ല് ജമാഅത്തിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട അതിൻ്റെ സാരഥികൾ, മറ്റ് സ്റ്റേജിൽ ഉപേക്ഷായ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന സദസ്സിൽ ഇവിടെ സംബന്ധിച്ച ബഹുമാനമുള്ള മോമിനിയങ്ങൾ, സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ, മോമിനാത്തുകൾ, നമ്മുടെ ബഹുമാനപ്പെട്ട അബൂബക്കർ മാസ്റ്റർ അടക്കമുള്ള നേതാക്കന്മാർ, ബഹുമാനമുള്ളവരെ, ഇവിടെ വർഷം തോറും സ്വാഗത പ്രസംഗത്തിൽ ഹസീന സൂചിപ്പിച്ചതുപോലെ വർഷം തോറും നടത്തി വരാറുള്ള ഉറൂസാണ്. ഇവിടെ മറവിട്ടെടുക്കുന്ന ഈ മഹാന്മാരാവുന്ന ഔലിയാക്കന്മാരുടെ ആ പാവനമാവുന്ന സ്മരണ നിലനിർത്തപ്പെടാനും അവരുടെ ജീവിത ചരിത്രങ്ങൾ, ഔലിയാഹിൻ്റെ ജീവിത ചരിത്രങ്ങൾ അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ടിട്ട് അത് ജീവിതത്തിൽ പകർത്തപ്പെടാനും വേണ്ടി ഉപകരിക്കുന്നതായ ഒരു വേദിയാണിത്. അതോടൊപ്പം മഹാന്മാരെ സിയാറത്ത് ചെയ്തുകൊണ്ട് അവരിൽ നിന്നുണ്ടാവുന്ന പ്രത്യേകമാവുന്ന മദതുകൾ, സഹായങ്ങൾ അത് ലഭ്യമാക്കപ്പെടാനും ഉപകരിക്കുന്ന ഒരു മഹത്താവുന്ന ഒരു സദസ്സാണ്. മഹാനാവുന്ന ഷെയ്ഖു ത്വായിഫത്ത് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞതുപോലെ, ഇന്ന നബിയന വസായിറുൽ അംബിയാ, മഹാനാവുന്ന ഷെയ്ഖു ത്വായിഫത്ത് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞതുപോലെ, ജഅലല്ലാഹു ആദിഹി ത്വായിഫത സഫ്വത ഖൽഖിഹി ബഅദ അംബിയാഇഹി വ റസൂലിഹി. അള്ളാഹുവിൻ്റെ ഔലിയാ എന്ന ഈ വിഭാഗത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അംബിയാ, അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾക്ക് ശേഷം വളരെ ഉയർന്ന പവിത്രതയോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ടതായ വ്യക്തിത്വങ്ങളാണെന്ന്. ഫഹും വയ്യാസുൽ ഖൽഖ്, അവർ സൃഷ്ടികളെ സഹായിക്കുന്നവരാണ്. വദ്ദായിറൂന ഫീ ഉമൂമി അഹ്വാലിഹിം, ആ സൃഷ്ടികളോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ലോകത്ത് ചുറ്റി സഞ്ചരിക്കുന്നവരുമാണെന്ന് മഹാനാവുന്ന ഷെയ്ഖു ത്വായിഫത്ത് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ മഹാന്മാരാവുന്ന ഔലിയാവിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ അംബിയാവിന് ശേഷം ഇവിടെ ഏറ്റവും ശ്രേഷ്ഠന്മാരാണ് അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന ഔലിയാക്കന്മാർ. സഹാബത്ത്, താബീയങ്ങൾ, താബീയങ്ങൾ തുടങ്ങി വരും ആ മഹത്തുക്കളാവുന്നതൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാണ്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സഹായിക്കാൻ വേണ്ടി ഇന്നമാ വലിയുക്കുമുല്ലാഹ്, അള്ളങ്ങളെ സഹായിക്കുന്ന വിശുദ്ധ ഖുർആൻ പറയുന്നു. ഓ റസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂലും സഹായിക്കും.
വസാലിഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്നുള്ള സാലിഹ്യങ്ങളാവുന്ന മുഅ്മിനീങ്ങളാവുന്ന ആളുകളും നിങ്ങളെ സഹായിക്കും. അപ്പം മനുഷ്യരെ നമുക്ക് സഹായിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചവരാണ് അവരൊക്കെ. അള്ളാഹ് സഹായിക്കും, അള്ളാഹുവിൻ്റെ റസൂൽ സഹായിക്കും, മുഅ്മിനീങ്ങളാവുന്ന സാലിഹീങ്ങളാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ നമ്മളെ സഹായിക്കും. ഇത് വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനമാണ്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനാവുന്ന ഇമാം റാസി തങ്ങൾ തന്നെ രേഖപ്പെടുത്തി, ലൈസ മഅനൽ വലി ഇല്ലൻ നാസിർ. ഈ ആയത്തിൻ്റെ മുമ്പും അതിൻ്റെ പിമ്പുള്ളതായ ആയത്തുകളിൽ ഒരാൾ നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കിയാൽ അവനിക്ക് പറയാൻ കഴിയും, ലൈസ മഅനൽ വലി ഇല്ലൻ നാസിർ. വിശുദ്ധ ഖുർആനിൽ ഇന്നമാ വലിയുക്കുമുല്ലാഹ്, ഈ വലിയെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ വലിയിൻ്റെ അർത്ഥം ഇല്ലൻ നാസിർ, സഹായി എന്ന് മാത്രമാണ്. അപ്പോൾ അള്ളാഹു സഹായിയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സഹായിയാണ്, സാലിഹീങ്ങളാവുന്ന അള്ളാഹുവിൻ്റെ മഹത്തുക്കളാവുന്ന ഔലിയാ അവരും സഹായിയാണ്. അപ്പോൾ ഇങ്ങനത്തെ മഹത്തുക്കളാവുന്ന ഈ മഹാന്മാർ അവരുടെ ജീവിതം വളരെ വിശുദ്ധമായ ജീവിതമായിരുന്നു. ഭൗതികമായ ഒരു താല്പര്യങ്ങളും ഇല്ലാത്തവരാണ് അവരൊക്കെ. നമുക്ക് ഭൗതികമായ പല താല്പര്യങ്ങളുണ്ടാവും. നമ്മൾ പലരായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾക്ക് അവനിൽ നിന്ന് എന്തെങ്കിലും സൗകര്യങ്ങൾ കിട്ടുമോ, അവൻ നമുക്ക് വേണ്ട വല്ല മറ്റ് സഹായങ്ങൾ, ഭൗതികമായ സഹായങ്ങൾ ചെയ്തു തരുമോ, നമ്മളെ പിന്നിൽ എത്ര ആളുണ്ടാക്കാൻ കഴിയും, ഇങ്ങനത്തെ താല്പര്യങ്ങളാണ് നമുക്കൊക്കെ ഉണ്ടാവുന്നത്. പുരണ്ടാക്കണ താല്പര്യം, പുര വേണ്ടെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, വാഹനം വാങ്ങണമെന്ന് താല്പര്യങ്ങൾ, ഇങ്ങനത്തെ പല താല്പര്യങ്ങളും പലർക്കും ഉണ്ടാവും. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സർവസ്വവും അവരെ അർപ്പിച്ചു കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ തിരുഹദറത്തിലാണെന്നുള്ള ബോധം, ആ ബോധം മിക്കവാറും അവസരങ്ങളിൽ ആ ബോധത്തിൽ ജീവിച്ചവരാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാ. അങ്ങനെ ആ മഹത്താവുന്നതായ ആ ഒരു വിശുദ്ധ ഹദറത്തിലാണെന്നുള്ള ആ ബോധം അവർക്ക് അധിക സമയത്തുണ്ട്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി ജീവിച്ചവർ. ഒരു വലിയനെ അളക്കേണ്ട മാനദണ്ഡം അവൻ ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടിയാണോ ജീവിക്കണമെന്നുള്ളതാണ്. മഹാനാവുന്ന ശൈഖു തായിഫത്ത് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ തന്നെ പറഞ്ഞു, ഒരുത്തൻ ആകാശത്ത് കൂടി പറന്നു എന്ന് വെക്കുക, വമശ അലൽ മാൽ, വെള്ളത്തിൻ്റെ മേലെ വാഹനങ്ങളൊന്നും ഇല്ലാതെ, തോണിയോ കപ്പലോ ബോട്ടൊന്നും ഇല്ലാതെ നടന്നു എന്ന് വെക്കുക, വാഹിയൽ മൗത്ത, മരിച്ചവരവൻ ജീവിപ്പിച്ച് കാണിച്ചെന്ന് നോക്കുക, അഖ്ബർ ബിമാ കാന വമാ യകൂൻ, വരാൻ പോണ കാര്യങ്ങൾ, ഉണ്ടായ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു നോക്കുക. എന്നാലും അവൻ്റെ കൂടരുത്, അവൻ ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടിയാണോ സഞ്ചരിക്കണമെന്ന്. യഥാർത്ഥ ഔലിയാ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പിന്നിൽ ഇത്ര ആൾ വേണമെന്ന് അവർക്കുണ്ടാവില്ല. അതിന് വലിയ കമ്പനിയാക്കണ പരിപാടി അവർക്കുണ്ടാവില്ല. പിന്നെ കൂടിയവൻ കൂടട്ടെ, കൂടാത്തവർ കൂടണ്ട. അവർക്ക് ഭൗതികമായ താല്പര്യങ്ങളുണ്ടാവില്ല. കുറേ ആളെ ഒപ്പം കൂട്ടി കഴിവുള്ളവനൊക്കെ കൂട്ടിയാൽ അവനെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു വീടുണ്ടാക്കാൻ കഴിയും, വീടിൻ്റെ മുറ്റം ഇൻ്റർലോക്ക് ചെയ്യാൻ കഴിയും, നല്ലൊരു വാഹനം വാങ്ങിച്ചു തരാൻ കഴിയും. ഈ താല്പര്യങ്ങളൊന്നും അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് ഉണ്ടാവില്ല. അവർ ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടിയാണ് അവർ ജീവിച്ചത്. ഹൃദയത്തിൽ നിന്ന് മോശമായ സ്വഭാവങ്ങളെ മുഴുവനും അവർ ദൂരീകരിച്ചു. അവരെ അവയവങ്ങളെ വിശുദ്ധമാക്കിയെടുത്തു. അവർ ഓരോ നിമിഷത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചു.
അവരുടെ സർവ പ്രവർത്തനങ്ങളിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോട് ഇഖ്ലാസ ഫിൽ അഫ്ആൽ, പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസിനെയാണ് അവർ ഉണ്ടാക്കി തീർത്തത്. വസിദ്ഖ ഫിൽ അഖ്വാൽ, അവരുടെ സംസാരത്തിൽ അവർ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വിശുദ്ധമാവുന്നതായ ആ സ്വഭാവം വസ്സഫ ഫിൽ അഹ്വാൽ, അവരുടെ സർവ്വ അവസ്ഥയിലും അവർ വളരെയധികം വിശുദ്ധമായ അവസ്ഥകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇങ്ങനെ ജീവിച്ചവരാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ ഔലിയാവ്. മഹാന്മാരാവുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരവരെ ഹൃദയത്തിനെ വിശുദ്ധമാക്കുമ്പോൾ ഹൃദയത്തിൽ വിശുദ്ധമാവുന്ന ഈമാൻ വളർത്തിയെടുക്കലാണ് അവരുടെ ജോലി. നമ്മളെ മാതിരിയല്ല. ഈമാൻ വളരണമെന്നുണ്ടെങ്കിൽ ആ ഈമാൻ വളരാൻ പറ്റിയ സ്വഭാവത്തിലാവണം നമ്മളെ ഹൃദയം. നമ്മളെ ഹൃദയത്തിൽ കിബറുണ്ടാവാൻ പാടില്ല, അസദ് വരാൻ പാടില്ല, റുജുബുണ്ടാവാൻ പാടില്ല. ഇങ്ങനത്തെ മോശമായ സ്വഭാവങ്ങൾ ഹൃദയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഈമാൻ വളരില്ല. ഈമാൻ ഒരു പ്രത്യേകമാവുന്ന ഒരു പ്രകാശമാണത്. ആ പ്രകാശം ശരിക്ക് പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ പ്രകാശത്തിന് മങ്ങലേൽപ്പിക്കുന്ന സംഗതികൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ അഥറുകൾ അവൻ്റെ ശരീരത്തിൽ രേഖപ്പെടുത്തപ്പെടും. അവൻ്റെ ഹൃദയത്തിലും അതുണ്ടാവും. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം തന്നെ. അവർ ചെയ്യണതായ തമ്മാടിത്തനങ്ങൾ കാരണമായി അവരെ ഹൃദയത്തിന്മേൽ വന്ന് കറ വന്നുകൂടും. ഇത് യഥാർത്ഥത്തിൽ ഒരു കറ തന്നെയാണത്. നമ്മൾ വെളുക്ക് എത്തിച്ച് വെച്ചാൽ ആ വെളുക്കിൻ്റെ കുപ്പി തുടച്ചിട്ടില്ല നോക്കും. എന്നാൽ ആ വെളുക്കിൻ്റെ കുപ്പി തുടച്ചിട്ടില്ലെങ്കിൽ അവിടെ കറ ഉണ്ടാവും. പിന്നെ ആ വെളുക്കിൻ്റെ പ്രകാശം പുറത്ത് കാണില്ല. അതിന് മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് കത്തൂല എന്നതുപോലെയാണ് വിശുദ്ധമായ ഈമാൻ. അതൊരു പ്രകാശമാണ്. ആ പ്രകാശം ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രകാശം വളരാൻ പറ്റിയ സാഹചര്യം അവിടെ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മളൊരു തെങ്ങ് വെച്ചു അല്ലെങ്കിൽ ഒരു കവുങ്ങ് വെച്ചു എന്നൊക്കെ വെക്കുക ഉദാഹരണമായി. എന്നാൽ അതിന് അല്ലെങ്കിൽ വായ വെച്ചു വെക്കുക. എന്നാൽ വായ വളരാൻ പറ്റിയ മണ്ണാവണം ഒന്ന്. ആ വായ നശിപ്പിക്കാൻ വരുന്ന പല സാധനങ്ങളുണ്ടാവും. അതിന് ഇതിൽ പ്രതിരോധം ഉണ്ടാക്കണം. അതിന് വളമിട്ട് കൊടുക്കണം, വെള്ളം നിറച്ചു കൊടുക്കണം. എന്നാലേ അത് പുഷ്ടിച്ച് വളർന്ന് പന്തലിച്ച് അതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ, അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ ലഭിക്കപ്പെടുള്ളൂ എന്നതുപോലെയാണ് ഈമാൻ. ഈമാൻ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ വിശുദ്ധമാവുന്ന ഈമാനിനെ പ്രകാശിപ്പിക്കണം. ആ പ്രകാശത്തിനെ ഉയർത്തിക്കും. ആ പ്രകാശത്തിൻ്റെ പ്രഭ കൂട്ടണം. അതിന് പവർ കൂട്ടുക. ഈമാൻ്റെ പ്രഭയ്ക്ക് പവർ കൂട്ടണം നമ്മൾ. അപ്പം ഈമാൻ്റെ ആ പ്രഭയ്ക്ക് അതിന് പവർ കൂട്ടണമെങ്കിൽ എന്ത് വേണം? ആദ്യം ആ ആ ഈമാൻ അവതരിക്കാൻ പറ്റിയ ആ പവർ കൂട്ടാൻ പറ്റിയ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവണം. ഹൃദയത്തിൽ നിന്നുള്ള മോശമായ സ്വഭാവങ്ങൾ ഒഴിവാക്കി നേരെ മഹ്മൂദത്താവുന്ന ഔസാഫുകൾ അവിടെ പ്രതിഷ്ഠിച്ച് ശരീരത്തിനെ മുഴുവനും അത് മഅസിയത്തുകൾക്ക്, തമ്മാടിത്തരങ്ങൾക്ക് വഴിപ്പെടാത്ത ഒരവസ്ഥ ഉണ്ടാക്കി. ഇതാണ് അല്ലാഹുവിൻ്റെ ഔലിയാവിൻ്റെയൊക്കെ അവയവങ്ങൾ. അവരെ കൈ ഒരു ഹറാമാവുന്ന സംഗതി തൊടാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടാകാൻ കഴിയില്ല. കൊണ്ടായാൽ തന്നെ അത് പിടിക്കൂല. കക്കാൻ പോകണമെന്ന് കൈ കൊണ്ടുപോയാൽ കൈയാണ്ട് കക്കാൻ വേണ്ടി കൊണ്ടുപോയാൽ കൈ അതിന് അനുവദിക്കൂല. അവർ കക്കണം ഉദ്ദേശിച്ചാൽ. അപ്പം എല്ലാ ഈ സർവ്വ അവയവങ്ങളും ആ അവയവം തമ്മാടിത്തരത്തിന് വഴിപ്പെടാതിരിക്കാം. ഇപ്പം ബിഷുൽ ഹാഫി തങ്ങളെ പറ്റി പറയലുണ്ട്. അവർ സാസിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. അധികം ആളുകൾക്കും ഇത് ബിഷുൽ ഹാഫി തങ്ങളാണെന്ന വലിയ വലിയാണെന്ന് അധികം ആളുകൾക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ മൂപ്പർ ഭക്ഷണം പിടിക്കാൻ വേണ്ടി കൈ കൊണ്ടുപോകും. ഉടനെ തന്നെ ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ അവിടെ കൂടിയ ആളുകൾ പറഞ്ഞു, മാലിഹാദ റജുൽ ലാ യഅ്കുലു ത്വഅം. ഇവനക്ക് എന്ത് പറ്റി? ഇവൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ കൈ അങ്ങോട്ട് കൊണ്ടുപോകും, അപ്പം തന്നെ അങ്ങോട്ട് വലിയാണ് കൈ.
അപ്പോൾ അത് ബിഷുർ ലാഫി തങ്ങളാണെന്ന് അറിയുന്ന ആളുകൾ ആ സദസ്സിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇന്ന ഹാദർ റജുല ലാ തംതദ്ദു യദുഹു ഇലാ തുആമിൻ ഫീഹി ഹറാം ഔ ശുബ്ഹ. ഹറാമോ ശുബ്ഹത്തോ ഉള്ള ഭക്ഷണത്തിലേക്ക് ഇവൻ്റെ കൈ പോവില്ല, ഇയാളെ കൈ അങ്ങോട്ട് പോവില്ല. അപ്പം കൈ തമ്മാടിത്തരത്തിലേക്ക് അല്ലെങ്കിൽ ഹറാമായ ഭക്ഷണം കഴിക്കാൻ, കണ്ണ് ഹറാമാവുന്നതായ സംഗതി നോക്കാൻ, അല്ലെങ്കിൽ കറാഹത്താവുന്ന സംഗതി നോക്കാൻ, ചെവി ഒരു ഹറാമിനെ കേൾക്കാനോ അല്ലെങ്കിൽ കറാഹത്തിനെ കേൾക്കാനോ, അതെനിക്ക് ചെവി വഴിപ്പെടാതിരിക്കാതെ ആ നിലക്ക് അവയവങ്ങൾക്ക് വിശുദ്ധി ഉണ്ടാവുക. അങ്ങനെ വിശുദ്ധി അതാണ് യഥാർത്ഥ വലിയ എന്ന് പറഞ്ഞാൽ. യഥാർത്ഥ വലിയ എന്ന് പറഞ്ഞാൽ അല്ലാതെ ഔലിയായിൽ വേറൊരു വിഭാഗം ഔലിയാക്കന്മാരുണ്ട്. ഇല്ലാതെ നമ്മൾ പറഞ്ഞ മജ്ദൂബീങ്ങളാവുന്ന ഖൗമും ബഹാലിയിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് നിലക്കാണ് മനുഷ്യർക്ക് ഫനാ ഉണ്ടാവുക. ഫനാ എന്ന് മഹാന്മാരാവുന്ന സൂഫിയാക്കൾ, ഫനാ എന്ന് പറയുന്നത് രണ്ട് സ്വഭാവത്തിലാണ്. ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അത് സുഖൂത്തുൽ ഔസാഫിൽ മദ്മൂമ, ഒരു മനുഷ്യനിൽ വൃത്തികെട്ട സ്വഭാവങ്ങൾ ഇല്ലാതെയാവാം. വുജൂദുൽ ഔസാഫിൽ മഹ്മൂദ സ്വഭാവങ്ങൾ, നല്ല സ്വഭാവങ്ങൾ അവനുണ്ടാവും ചെയ്യാം. ഇതെനിക്ക് ഫനാ എന്ന് സൂഫിയാക്കളുടെ ഭാഷയിൽ പറഞ്ഞു. മറ്റൊരു ഫനാ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വഹദാനിയത്തിനെ സംബന്ധിച്ച്, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ദാത്തിനെ സംബന്ധിച്ച് അറിയുന്നതിൽ അവരെന്തായിപ്പോയി, ആകൃഷ്ടരായി അതിൽ മുഴുകിപ്പോയി. അങ്ങനെ വരുമ്പോൾ, അങ്ങനെ മുഴുകുമ്പോൾ എന്തുണ്ടാവും എന്നറിയോ? അവയ്ക്ക് പരിസര ബോധങ്ങളുണ്ടാവും. അവർ അല്ലാഹുവിൻ്റെ തകാലീഫുകളെ മറന്നിട്ടുണ്ടാവും. അതൊരു ഔലിയായിൽ നിന്നുള്ള മറ്റൊരു വിഭാഗമാണ്. പക്ഷേ അങ്ങനത്തെവരോട് നമുക്ക് പിൻപറ്റാൻ പറ്റില്ല. ദ്വാരക്കാൻ പറയാം. അവർ ചിലപ്പോൾ നിസ്കരിക്കലുണ്ടാവില്ല, അവർ കുടിക്കാൻ പാടില്ലാത്ത സംഗതികൾ ചിലപ്പോൾ കുടിച്ചത് വരും. കാരണം അവർ ഈ ലോകത്തല്ല ഉള്ളത്. അവർ എന്തോ അവരുടെ ശരീരത്തിന് തന്നെ മറന്നു വേറൊരു ലോകത്തുള്ളത്, ഒരു ഭ്രാന്തന്മാരെ പോലെ. അപ്പം അവരെ കൂടെ കൂടി ഞങ്ങൾ നിൽക്കണില്ലെന്ന് പറയാൻ പറ്റില്ല. അത് ഇവിടെ നടക്കണ ഈ കള്ളന്മാരെ പറ്റിയല്ല ഈ പറയണത്. പല കള്ളന്മാരും പല രൂപത്തിൽ വിലായത്ത് ചമഞ്ഞും കൊണ്ടിട്ട് ഇവിടെ നടക്കണ പലരുണ്ട്, അവരെ പറ്റിയല്ല. അപ്പോൾ അങ്ങനത്തെ ഔലിയ അതല്ല നമ്മളിവിടെ പറയുന്നത്. യഥാർത്ഥ നമ്മൾ പിൻപറ്റപ്പെടേണ്ടത് സ്വഭാവങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടാൻ പറ്റുന്ന ശരയ്യാവുന്ന ആ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊണ്ടും കൊണ്ട് ജീവിക്കുന്നവരാവണം. അപ്പോൾ മനുഷ്യർക്ക് അവൻ്റെ ഹൃദയത്തിനെ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ, ആ അവയവത്തിനും ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥ അവിടെ ഉണ്ടാവും. എന്താ അവസ്ഥ? തുക്ശഫു ലഹു ഹഖായിഖുൽ ഉമൂർ അൽ മർഖൂമത്തു അൽ മൻഖൂശത്തു ഫി ലൗഹിൽ മഹ്ഫൂദ്. ലൗഹിൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട ഏതെല്ലാം വസ്തുക്കളുണ്ടോ, ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെ സംബന്ധിച്ചുള്ള രേഖകൾ ലൗഹിൽ മഹ്ഫൂദിലുണ്ട്. ഒരു രാജാവിൻ്റെ ഭരണം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ അവർ അതിർത്തിയിൽപ്പെട്ട എല്ലാ സാധനങ്ങളെ പറ്റിയുള്ള വിവരങ്ങളുണ്ടാവും. എന്നതുപോലെ അല്ലാഹുവിൻ്റെ ഭരണവ്യവസ്ഥിതി, അതിലുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് ലൗഹുൽ മഹ്ഫൂദ്. അവിടെ നമ്മൾ ഓരോരുത്തരെ പറ്റിയുള്ള വിവരം ഉണ്ടാവും. നമ്മളെ മാപ്പാന്മാരെ പറ്റിയുള്ള വിവരം ഉണ്ടാവും. നമ്മൾ പ്രസംഗിക്കുന്ന സ്ഥലങ്ങളെ പറ്റിയുള്ള വിവരങ്ങളുണ്ടാവും. നമ്മൾ മരിക്കുന്ന സമയവും ദിവസവും സ്ഥലമൊക്കെ അതിലുണ്ടാവും. ഇത് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട സർവ്വസംഗതികൾ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നുള്ളത് അവൻ്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കും. എപ്പോഴും ഹൃദയത്തിലെ ശുദ്ധീകരിച്ചു ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിച്ചാൽ അവൻ്റെ ഹൃദയത്തിലേക്ക് തുക്ശഫു ലഹു അൽ ഹഖായിഖുൽ ഉമൂർ അൽ മൻഖൂശത്തു ഫി ലൗഹിൽ മഹ്ഫൂദ്. ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട സർവ്വ ഹഖായിഖുകളും, എങ്ങനത്തെ ഹഖായിഖുകൾ അതിനെ സംബന്ധിച്ച് അവൻ മുമ്പ് അറിയില്ല. അപ്പം നമുക്ക് മലക്ക് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. നമ്മൾ മലക്ക് എന്ന് കേട്ടിട്ടുണ്ട്, പ്രകാശത്തിന്. എവിടെ ഈ സാധനം ഉള്ളത്? എവിടെയോടാ ഈ മലക്ക് എന്ന് പറഞ്ഞിട്ട്? മലക്ക് കവറിൽ വന്ന് മലക്കുകൾ എങ്ങനെ ചോദിക്കൽ? എങ്ങനെ അവിടെ കയറിയല്ലോ? എന്താ വഹ്യ്? എങ്ങനെ വഹ്യ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഈ വഹ്യ് സ്വീകരിക്കുന്നത്? സ്വർഗം, നരകം, സിറാത്തുൽ മുസ്തഖീം, ഇങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു മുത്തവ്വിഹത്തിൽ മാന, അതിൻ്റെ ആശയം എന്താണെന്ന് നമുക്ക് തിരിയില്ല സാധാരണക്കാർക്ക്.
വലാ നാരിഫു ഹഖീഖത്തഹ, അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾക്ക് തിരിയില്ല. അപ്പോൾ അസ്മാഉൻ സമിഅനാഹ മിൻ ഖബ്ലു വലാകിൻ ലാ നാരിഫു ഹഖീഖത്തഹ, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. വൈറ മുത്തദിഹത്തിൽ മഅന, ആശയം വ്യക്തമല്ല. ഇങ്ങനത്തെ വസ്തുക്കളെ പറ്റി മനസ്സിലാക്കാൻ കഴിയും, എന്താ മലക്കുന്നുള്ളത് മനസ്സിലാവും. ഹൃദയം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ ഹൃദയത്തിൽ നിന്ന് മോശമായ സ്വഭാവങ്ങളെ ദൂരീകരിച്ചു ശരീരത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയുള്ള എല്ലാ വിവരവും ഉണ്ടാവും. വരാൻ പോണ കാര്യങ്ങളെ പറ്റി അവനക്ക് പറയാൻ കഴിയും. അവന് ഒരു വസ്തുവിലേക്ക് നോക്കിയാൽ ആ വസ്തുവിൽ അല്ലാഹു രേഖപ്പെടുത്തിയതായ വിവരങ്ങളുണ്ടാവും. ആ വിവരങ്ങൾ നോക്കി പറയാൻ അവനക്ക് കഴിയും. ലോകത്തുള്ള ആരോടും അവനക്ക് സംസാരിക്കാൻ കഴിയും, ശാസ്ത്ര സാങ്കേതിക അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്താതെ, ഇലാഹിയായ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ സ്വർഗം എന്താണെന്ന് അവനക്ക് മനസ്സിലാവും, നരകം എന്താന്ന്. അൽ ജന്നത്തു വന്നാറു മഖ്ലൂഖത്താനിന്നല്ലേ, സ്വർഗം നരകവും സൃഷ്ടിക്കപ്പെട്ടതാണെന്നാ. എവിടെ സൃഷ്ടിക്കുന്നു, എവിടെയുള്ള സാധനം നമ്മൾ അങ്ങനെയല്ലേ വിശ്വസിക്കണ്ടേ? അൽ സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസമാണത്. അൽ ജന്നത്തു വന്നാറു മഖ്ലൂഖത്താനി, ഇത് എവിടെയുള്ള സാധനം, അത് എവിടെയുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഖബറിൽ എങ്ങനെയാണ് ഈ ചോദ്യം? ഇത് നമ്മൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ള അമ്പിയാക്കന്മാർ ഉമ്മത്തിനോട് പറഞ്ഞതാണ് ചോദ്യം ഖബറിലുണ്ടാവും. റസൂൽ മാത്രം പറഞ്ഞതല്ല. കാരണം അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ അമ്പിയാക്കന്മാർ തമ്മിലൊരു വ്യത്യാസമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ചോദ്യം? ഇതൊക്കെ ഇങ്ങനത്തെ നമ്മൾ കേൾക്കുന്ന ചില പേരുകൾ, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുക. നല്ല ഹരമുള്ളൊരു ജീവിതമാണ് എനിക്കാണ് അത്. അങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയല്ലേ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇങ്ങനെ കാണുക, വരാൻ പോണീനെ പറ്റി അറിയുക. ഓരോ വസ്തുവിലേക്ക് നോക്കിയാലും ആ വസ്തുവിൽ രേഖപ്പെടുത്തപ്പെട്ടതായ ഇപ്പോൾ ഒരു ഭൂമി, ആ ഭൂമിയിലേക്ക് അലി റളിയല്ലാഹു അൻഹു അവർ കൂഫയിൽ ചെന്നപ്പോൾ മൂപ്പര് പറഞ്ഞു, വഹുനാക മഖ്തലു ശുബ്ബാനി മിൻ ആലി മുഹമ്മദ്, റസൂലുള്ളാഹിൻ്റെ കുടുംബത്തിൽപ്പെട്ടതായ കുറേ ചെറുപ്പക്കാരെ ഇവിടുന്ന് കൊല ചെയ്യപ്പെടുന്നു. വഹുനാക ലറായിഹും, അവരെ ഖബറുകൾ അവിടെ ഇരിക്കുന്നതാണ്. പിന്നീട് കർബലയിൽ സംഭവിക്കാൻ പോണ സംഗതികൾ അലി റളിയല്ലാഹു തആല അൻഹു ആ ഭൂമിയിലേക്ക് നോക്കുകയാണ്. ആ ഭൂമിയിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖകൾ. ആ രേഖ നോക്കി പറയാണ്. അതാണ് രേഖ നോക്കി പറയാണ്, അല്ലാതെ എങ്ങനെങ്കിലും പറയല്ല. മാധ്യമ മുഖേനയാണ് അവർ പറയണത്, ചില വാസിത്തകൾ മുഖേന, ചില അതിരിക്കുന്ന മാർഗങ്ങൾ മുഖേന അവ നോക്കി പറയാണ്. ഇതാ ഇവിടെ അവിടെയാണ് ഓല കൊല, അവിടുന്നാണ് അവരെ കൊല ചെയ്യപ്പെടുക, അവരെ ഖബറുകൾ അവിടെയായിരിക്കും. ഇങ്ങനെ അപ്പം നല്ല ഹരമുള്ളൊരു ജീവിതമുള്ള ഇക്കാരം. ആ ജീവിതം മഹാനാവുന്ന ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾ പറഞ്ഞു, പിന്നെ മൂലക്കുരു ഉണ്ടായിരുന്നു മൂപ്പർക്ക്, അതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടായ ആളായിരുന്നു മൂപ്പർ. അപ്പം മൂപ്പർ അള്ളാഹിൻ്റെ മേൽ തവക്കുലാക്കിക്കാൻ നിന്നു, ആ വേദനയൊക്കെ സഹിച്ചുകൊണ്ട്. അന്ന് നല്ല അരയിൽ നിന്നാണ് മൂപ്പർ പറഞ്ഞത്. മലായിക്കത്ത് വരും, യുസല്ലിമു അലൈഹി, മലായിക്കത്ത് അസ്സലാമു അലൈക്കും എന്ന് പറയും, മലായിക്കത്തുമായിട്ട് സംഭാഷണം നടത്തും. ഭയങ്കര ഹരമുള്ളൊരു ജീവിതം. പിന്നീട് മൂപ്പര് മൂലക്കുരുവിൽ മൂപ്പര് ഇതാക്കി തരുമോ, അതിൽ ചൂട് വെച്ചു. ഒരു മരുന്നാണ്, അതിൻ്റെ അത് നശിപ്പിക്കാനുള്ളതായ ഒരു പണിയാണത്. അന്നത്തെ കാലത്തുണ്ടായില്ല. ചൂട് വെച്ചപ്പോൾ പിന്നെ മലക്കുകൾ വരില്ല. അപ്പോൾ റസൂലുള്ളാഹിനോട് പോയി പറഞ്ഞു, നബിയെ നല്ലൊരു ഹരമുള്ള ജീവിതം എന്ന്. ആദ്യം മലക്കളായിട്ട് സംസാരിച്ചിങ്ങനെ പോയി. ആ തവക്കുൽബ നിന്നപ്പോൾ ഇത് ചൂടൊക്കെ തെറ്റതല്ല, മരുന്ന് ഉപയോഗിക്കണമെന്ന് കുഴപ്പം. പക്ഷേ മൂപ്പര് ആ തവക്കുൽബത്ത് വിട്ട് മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ചൂട് വെച്ചപ്പോൾ പിന്നെ മലക്കൾ വരില്ല. അപ്പോൾ റസൂൽ പറഞ്ഞു ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങളോട്, ഇമ്മാ ഹാദാവോ ഇമ്മാദാക്ക്, ഇമ്രാനെ ഒന്നൂക്ക് അത് അല്ലെങ്കിൽ ഇത്. അപ്പോൾ മലക്കുകൾ വന്നുകൊണ്ടുള്ള ആ സുഖവും ആസ്വദവും അത് എനിക്ക് വേണോ എന്നാൽ അതിന് ആണെങ്കിൽ ഈ പണിയൊന്നും പറ്റില്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഹരങ്ങളായിരിക്കുവാൻ അവരെ ജീവിതങ്ങൾ വലിയ ഹരമുള്ള ജീവിതമായി. ഇതാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവിൻ്റെ ജീവിത സ്വഭാവം. അവർ ഹൃദയം വിശുദ്ധമാക്കലോടുകൂടി, അവയവങ്ങൾ വിശുദ്ധമാക്കലോടുകൂടി പുതിയ പുതിയ ലോകങ്ങളാണ് അവർ ആസ്വദിക്കുന്നത്, അവർ കാണുന്നതൊക്കെ. ഇത് എങ്ങനെ കാണുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ മാധ്യമങ്ങൾ ഉണ്ടാവും. ആ മാധ്യമങ്ങൾ ചിലപ്പോൾ ചില എഴുത്തുകളാടേക്കാറും. ഒരു മരം, ആ മരത്തുമ്പോൾ നോക്കിയാൽ അവർക്ക് പറയാൻ കഴിയും, ഈ മരം ഇന്ന ദിവസം ഇന്ന ഇടി വെട്ടുമ്പോൾ വീണു പോകും, അല്ലെങ്കിൽ ഇന്ന ഇടി വെട്ടുമ്പോൾ ഇതൊന്നായിട്ട് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ ഇന്ന ആളെ വീട്ടിൽ ഇത് മുറിച്ചു കൊണ്ടുപോകും. കാരണം ആ മരത്തുമ്പോൾ ഇത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ രേഖ നോക്കി പറയണം അവർ ചെയ്യണത്.
ഇങ്ങനത്തെ ഹരങ്ങളുള്ള ജീവിതത്തിലേക്ക് മനുഷ്യന് എത്തിപ്പെടണം. അതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതം ആസ്വദിച്ചവരാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവ്. അവരാ അവസ്ഥയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? ആ അവസ്ഥയിലേക്ക് അവരെത്തിപ്പെട്ടത് ശറഈയാവുന്ന സർവ്വ ആദാബുകളെയും പരിഗണിച്ചു, സുന്നത്താവുന്ന സംഗതികളെ പൂർണ്ണമായി ചെയ്തു, ഹറാമെന്ന് ഒഴിഞ്ഞു, കറാഹത്ത് ഒഴിഞ്ഞു, ഖിലാഫുൽ ഔലയെന്ന് ഒഴിഞ്ഞു. സർവ്വസമയത്തും അള്ളാഹുവിൻ്റെ തിരുഹദറത്തിലാണെന്നുള്ള ബോധത്തോടു കൂടി അവർ ജീവിച്ചു. ഈ ഒരു ജീവിതം അതേ സ്വഭാവത്തിൽ കഴിയണത്ര ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതാണ് ഈ മഹാന്മാർക്കുള്ള ചരിത്രങ്ങൾ പറയപ്പെടുമ്പോൾ നമുക്കതിൽ പല നിലക്കുള്ളതായ ഒരു തെക്കിറത്ത് നമുക്ക് ഒരു ഉത്ബോധനം, ഒരു ഊർജം അതിൽ നിന്ന് നമുക്ക് ലഭിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഈമാൻ വളരാനും വളർത്തപ്പെടാനും അത് സാധിക്കും. അതുകൊണ്ടിട്ട് ഈ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയ, അവരോടുള്ള മഹബത്ത്, അവർ സ്വീകരിച്ചു പോകുന്നതായ സ്വഭാവം, അവരുടെ ജീവിത രീതി അത് മനസ്സിലാക്കി കഴിയണത്ര നമ്മളെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അതിന് ഉപകരിക്കുന്നതായ ഒരു സംഘമാണ് ഉറൂസ് എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു അർഹമുർ-റഹീമീനായ തമ്പുരാനെ ഈ ഉറൂസിനെ നീ കബൂൽ ചെയ്യണേ അള്ളാഹ്. ഈ ഉറൂസിനോട് ഇവിടെ നടത്തപ്പെടുന്ന സർവ്വ സംഗതികളെയും നീ കബൂൽ ചെയ്യണേ, സിയാറത്തുകളെ കബൂൽ ചെയ്യണേ അള്ളാഹ്. ഈ ഭക്ഷണ വിതരണത്തിന് നീ കബൂൽ ചെയ്യണേ അള്ളാഹ്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇതിൻ്റെ കമ്മിറ്റിക്കാർ, അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, അതിനോട് സഹകരിക്കുന്നതായ നാട്ടുകാർ, ഇവർക്കൊക്കെ അർഹമുർ-റഹീമീനായ തമ്പുരാൻ അവരോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ തമ്പുരാന്. കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്, മക്കളിൽ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്, ഭാര്യമാർ കുടുംബങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്, കൃഷിയിൽ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്, വീട് കുടികളിൽ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്, യാത്രയിലും ഹദറിലും ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. ബന്ധപ്പെട്ട ഓരോ സംഗതിയിലും ധാരാളം ഖൈറിനെയും ബർക്കത്തിനെയും വർദ്ധിപ്പിക്കണേ അള്ളാഹ്. അർഹമുർ-റഹീമീനായ തമ്പുരാനെ ഈ രാജ്യത്ത് ധാരാളം ഖൈറിനെയും ബർക്കത്തിനെയും വർദ്ധിപ്പിക്കണേ അള്ളാഹ്. ഇവിടുത്തെ ദീനീ സ്ഥാപനങ്ങളിൽ ഖൈറും ബർക്കത്തും ചൊരിയണേ അള്ളാഹ്. ഇവിടെ കൂടിയതായ സർവ്വ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ സാലിഹ്യങ്ങളും സാലിഹാത്തുവാക്കണേ തമ്പുരാനെ. അവർക്കുള്ള ഭാര്യമാർ ഭർത്താക്കന്മാരെയും സാലിഹ്യങ്ങളും സാലിഹാത്തുവാക്കണേ അള്ളാഹ്. ഞങ്ങളൊക്കെ സാലിഹ്യങ്ങളാക്കണേ അള്ളാഹ്. ഞങ്ങൾക്കുള്ള കുടുംബങ്ങളെയും ഭാര്യമാരും മക്കൾ എല്ലാവരെയും സാലിഹ്യങ്ങളും സാലിഹാത്തുമാക്കണേ തമ്പുരാനെ. ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കുമുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും ഹാസിലാക്കി തരണേ തമ്പുരാനെ. ആഖിബത്ത് നന്നാക്കി തരണേ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. മരണസമയത്ത് ശൈത്താൻ്റെ ശരണത്തൊട്ട് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഈമാനിനെ സലാമത്തിലാക്കണേ അള്ളാഹ്. സർവ്വവിധ ആഫാത്ത്, മുസീബത്ത്, അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അള്ളാഹ്. സർവ്വ ഷർറുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അള്ളാഹ്. ഹാസിദീങ്ങൾ, വാലിമീങ്ങൾ, മുഫ്സിദീങ്ങൾ, മുഫ്തിനീങ്ങൾ, മുഹ്തദീങ്ങൾ, ഷയാത്തീൻ, സർവ്വ ഷർറുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. എല്ലാ ഷർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അള്ളാഹ്. എല്ലാ രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളോട് ബന്ധപ്പെട്ടവർ, ഞങ്ങളോട് ദുആ കൊണ്ട് ലഭിച്ചവർ, അവരോട് ബന്ധപ്പെട്ടവർ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർ, ഞങ്ങൾക്കുമുള്ള എല്ലാവിധ രോഗങ്ങളെയും വാഹിരി, ബാത്തിനി, ഖൽബി, ബദനി, റുഹാനി, ഇസ്മാനിയാവുന്ന എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ തമ്പുരാനെ. എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ അള്ളാഹ്. മക്കളെ സാലിഹ്യങ്ങളാക്കണേ അള്ളാഹ്. ഭാര്യമാരെ സാലിഹാത്താക്കണേ അള്ളാഹ്. കഅബത്തുകൾ ചെന്ന് ഹജ്ജ് ചെയ്യാൻ, റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും ആ കടം വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ സർവ്വ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളെയും ഈ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തണേ അള്ളാഹ്. അതിനുവേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ. ആഫിയത്ത് നൽകണേ തമ്പുരാനെ. ദീർഘായുസ്സ് നൽകണേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകണേ തമ്പുരാനെ. ഈ ഉറൂസിനെ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഇവിടെ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് വന്നുകൊണ്ട് ഇവിടുന്ന് സിയാറത്ത് ആളുകൾ അവർക്കുള്ള ഉദ്ദേശങ്ങളെ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ-റഹീമീനായ രാജസയ്യിദായ അള്ളാഹ് ഈ നാട്ടിൽ നടത്തപ്പെടുന്ന സർവ്വദീനീ സ്ഥാപനങ്ങളെയും ഇവിടുത്തെ ദർസ്, ഇവിടുത്തെ അറബി കോളേജ്, അതിലൊക്കെ നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ തമ്പുരാനെയും. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കൊക്കെ എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. ദീർഘായുസ്സ് കൊടുക്കണേ തമ്പുരാനെ. എല്ലാ ഷർറിൽ നിന്നും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ സുഖത്തിൽ മഹാന്മാരോട് കൂടെ ഒരുമിച്ച് കൂടി തന്നെ തമ്പുരാനെ. ഞങ്ങളിൽ നിന്നും വന്നുപോയതായ സർവ്വദോഷങ്ങളെയും വിട്ടുപുറത്ത് മാഫാക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മവാപ്പന്മാർ, ഉസ്താദന്മാർ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, കൂട്ടുകുടുംബങ്ങൾ
എല്ലാ സുഹൃത്തുക്കൾ എല്ലാവർക്കുള്ള കബൂറുകളെയും സുഖപ്പുകാവനാക്കണേ അല്ല. ഈ ഖബർസ്ഥാനിൽ മരണപ്പെട്ട് കിടക്കുന്ന സർവ്വ ആളുകൾക്കുള്ള കബറുകളെയും സുഖപ്പുകാവനാക്കണേ തമ്പുരാനെ. ഖബറിൻ്റെ അദാബിനെ തൊട്ട് അവരെ കാത്തു രക്ഷിക്കണേ അല്ല. അവരുടെ നന്മകളെ നീ കബൂൾ ചെയ്യണേ തമ്പുരാനെ. തിന്മകളെ വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരൊക്കെ ദീനിന് ചെയ്ത എല്ലാ ഹിദുബത്തുകളെയും കബൂൾ ചെയ്യണേ അല്ല. ഞങ്ങളൊക്കെ എല്ലാവിധ ആഫത്ത് മുസീബത്ത് അപകടങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഈ സദസ്സിനെ നീ കബൂൾ ചെയ്യണേ അല്ല. ഈ സദസ്സിൽ ചൊല്ലപ്പെട്ടതായ സ്വലാത്തിനെ നീ കബൂൾ ചെയ്യണേ തമ്പുരാനെ. ഈ സ്വലാത്തിൻ്റെ ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ട് ഇവിടെ മരണപ്പെട്ടെടുക്കുന്ന മഹാന്മാരാവുന്ന ഔലിയാവിൻ്റെ ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ട് ഈ രാജ്യത്ത് എല്ലാ നിരക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ. ഇവിടുത്തെ ഈ ജമാഅത്തിൽ ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിയണേ അല്ല. ഞങ്ങളുടെ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിൻ്റെ കീഴിലുള്ള എല്ലാ ജമാഅത്തുകളിലും എൻ്റെ ഖദാഇൻ്റെ പരിധിയിൽപ്പെട്ട എല്ലാ ജമാഅത്തുകളിലും അർഹമുർ-റഹീമീനായ തമ്പുരാനെ നീ ധാരാളം ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ. ഈ ജമാഅത്തുകളിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. എല്ലാ ശറുകളെ തൊട്ടും ഈ ജമാഅത്തുകളൊക്കെ നീ കാത്തു രക്ഷിക്കണേ അല്ല. അല്ലാഹുമ്മ ജഅൽ ജംഅന ഹാദാ ജംഅൻ മർഹൂമ വതഫറഖന മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. ഞങ്ങളോട് ബന്ധപ്പെട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ എല്ലാ മേഖലയിലും ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ തമ്പുരാനെ. അവരെ ജോലി സംബന്ധമായി കച്ചവട സംബന്ധമായി ഉണ്ടാവുന്ന എല്ലാ പ്രയാസങ്ങളെയും നീക്കി കൊടുക്കണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത